ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെന്താണെങ്കിൽ നമ്മുടെ GTA 5 വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഷിൻചാൻ ചോദിച്ചൊരു ഒരു ഡോറുണ്ടെന്ന്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായിരുന്നു എന്നാ പറ്റിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നോക്കിയോ, ഷിൻചാൻ ഇന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന്. അപ്പോൾ ഷിൻചാനെ പോവാം. ഫ്രാങ്കി, എനിക്കൊരു ഡൗട്ടുണ്ട്. ഇതെന്നെ കഥക് ഇത്ര നാളായിട്ട് കണ്ടില്ലല്ലോ. അത് എനിക്കും അറിയണം, ലെസ്റ്ററല്ലേ ഇത് വന്നേ. അപ്പോൾ അവൻ്റെ അടുത്തല്ലോ ചോദിച്ചു നോക്കണ്ടേ, എന്നാലും നോക്കണ്ടേ ഫ്രാങ്കി? അതെ നോക്കാം. ഉയ്യോ, താഴേക്ക് കയറാൻ പറ്റില്ലല്ലോടാ. എനിക്കറിയത്തില്ല എന്നാ പറ്റിയെന്ന്. എനിക്ക് കയറാൻ പറ്റുമോ? അറിയത്തില്ല. എനിക്ക് ഇത്ര ഹൈറ്റിൽ കയറാൻ പറ്റുമോ? കയറാനും പറ്റില്ല. ഇനി ഇതുവരെ സ്പോർട്സിനും ചേർന്നിട്ടില്ല. അല്ല വിനേഷ്, എൻ്റെ പൊന്നി കയറുക. എടാ ചോപ്പൻ, നീ അങ്ങോട്ട് ഒന്ന് കയറാൻ നിൽക്കണം കേട്ടോ. ഫ്രാങ്കി എന്നായിരുന്നു ഗൈസ്? അവിടെ നിന്നാണെങ്കിൽ ഇത് തുറക്കാൻ പോലും പറ്റണില്ല ഗൈസ്. ഞാൻ നോക്കി ഒരു ബെഞ്ചെടുത്ത് ഒന്ന് തട്ടി നോക്കാം ഗൈസ്. എന്നാന്ന് മനസ്സിലായില്ല. എന്നാ കഥകായിരിക്കും, മനസ്സിലായില്ലല്ലോ. അവിടെ ഷിൻചാനെ ഞാൻ ഇതും വെച്ചൊന്ന് കൊട്ടി നോക്കാം. അത് ശരിയാവുമോ? ശരിയാവുമെന്നാ തോന്നാ ഫ്രാങ്കി. എന്നാൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇതാണെങ്കിൽ തുറക്കാൻ പറ്റില്ല. ഉയ്യോ, അവിടെ ഷിൻചാനെ ഇതാവില്ലെന്ന് തോന്നാൻ. എനിക്ക് നോക്കാം, വേറെ എന്തെങ്കിലും നോക്കാൻ പറ്റുമെങ്കിൽ. ഇത് പറ്റുമായിരിക്കും. ഷിൻചാനെ നീ എന്തിനാണ് ഇതിൻ്റെ മുകളിൽ കയറണേ? ചുമ്മാ രസത്തിന് കയറിയതാ. നിൻ്റെ രസം ഞാൻ ഇപ്പോൾ ശരിയായി തരാം. അത് തുറക്കാനുള്ളതിനാണെങ്കിൽ ഗൈസ് അതിൻ്റെ അകത്ത് എന്നായിരിക്കും എനിക്ക് മനസ്സിലായില്ല എന്നാന്ന്. അപ്പം നോക്കിയതാ വീണ്ടും. ഗൈസ് ഇനിയിപ്പോൾ എന്നാ ചെയ്യും? അപ്പം എന്തായാലും നമുക്കാണെങ്കിൽ നോക്കാം എന്നാ പറ്റിയെന്ന്. അപ്പോൾ ഭയങ്കര പ്രശ്നം ഗൈസ്. എന്തായാലും ഞാനാണെങ്കിൽ GTA 5 വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കി ഫ്രാങ്കി ഇത് എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായില്ലോ. ഫ്രാങ്കി ഇത് ഇന്നെങ്ങാനും നടക്കുമോ? എനിക്കറിയത്തില്ല ഷിൻചാനെ. ലെസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചാലേ പറ്റുള്ളൂ. എന്നാൽ ചോദിക്ക് പോയി. അവിടെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അവൻ തരുമോയെന്ന് ആർക്കറിയാം. എനിക്ക് വേറെ ആരെങ്കിലും വിളിച്ചാലോ? വേറെ ആരെയും വിളിക്കണ്ട. എന്നാൽ ഞാൻ ഈ ഒരു സാധനം വെച്ച് ചെയ്ത് നോക്കട്ടെ. ഈ സാവണില്ല ഇതുവരെ. ഇതാവണ വരെ നമുക്ക് നോക്കാം. ഇല്ല ഗൈസ്, ഇത് കുറേ നേരം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫ്രാങ്കി അതാവില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു എനിക്ക് ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, താക്കോലൊക്കെ വെക്കണേ. അതുണ്ട്, പക്ഷേ എനിക്ക് ആണില്ലല്ലോ. അതായത് നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോയി നോക്കിയാലോ? നോക്കട്ടെ, ഇതാവുകയാണെങ്കിൽ നോക്കാം. ഞാനാണ് ഈ വണ്ടി പോയി. എന്തായാലും അറിയത്തില്ല എന്നാവുമെന്ന്. എന്തായാലും കുറേ നേരം നോക്കി ഫ്രാങ്കി. അപ്പം എന്തായാലും ഇതുവരെ ആയിട്ടില്ല. അപ്പം എന്നെ ഗൈസ് നിന്നാലും നമുക്ക് നേരെ ഒന്ന് പോയേക്കാം. അപ്പം എന്തായാലും വീഡിയോ കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ ഷിൻചാനെ ഇത് ഇതുവരെ ആയിട്ടില്ലല്ലോടാ. നീ എങ്ങാനും വിളിക്കുമോ? പിന്നെ എനിക്കൊന്നും വയ്യ, ഞാൻ കയറൂല. അവിടെ ഷിൻചാനെ ഒന്ന് കയറാം. അല്ലെങ്കിൽ ഞാനേക്കാണെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നാൽ, ബിങ്കോ പിന്നെ ആണെങ്കിൽ ഈ ചിപ്സ് കേക്കൊക്കെ മേടിച്ച് തന്നേടാ. ഒന്ന് ചെയ്യടാ. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റിയെല്ലാം അറിയില്ല. ഫ്രാങ്കിലിനല്ലേ എല്ലാം പറ്റുന്നത്. ഒന്ന് ചെയ്യാന്നോട്ടേക്ക്. എന്നാ ദുഷ്ടനാണോ നീ? ഇവനെക്കൊണ്ടൊരു പടിയില്ലേ. താമണേറെ നോക്കാം. അവിടെ ഷിൻചാൻ ഇതാവുമെന്ന് തോന്നുന്നില്ലടാ. നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോയി നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇവിടുന്ന് ഇത് വിളിച്ച് നോക്കാം. നോക്ക്. എന്തായാലും ഇതുവരെ ആയില്ലല്ലോ. ഇതെന്നാ പണ്ട സാമാനാ? എനിക്ക് മനസ്സിലായതാ. ഇതെന്നാ പണ്ട സാമാനായിരിക്കും. ഷിൻചാനെ നീ അവിടെ തന്നെ നമ്മൾ കേട്ടോ. ഫ്രാങ്കി ഇത് പന്ന സാമാനം. ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. പേട്ട് സാമാനാ. നമുക്ക് ഇതിൻ്റെ അടുത്തും വെച്ചിട്ട് ആവണില്ലല്ലോ. ഇതിൻ്റെ അത്ര ഒന്നും കാണാനും പറ്റുന്നില്ല, തുറക്കാനും പറ്റുന്നില്ല. ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് സ്റ്റിക്കി ബോംബ് ഇട്ട് നോക്കാം. അതാണെങ്കിൽ ആവുമല്ലോ. എന്തെങ്കിലും സ്റ്റിക്ക് ബോംബ് എപ്പോഴും പൊട്ടണം കേട്ടോ ഗൈസ്. പിന്നീട് ഇവിടെയൊക്കെ ഇട്ട് നോക്കി. എന്നാ സ്പീഡിൽ എങ്ങനെ അറിയാം. ഒന്ന് പെട്ടെന്ന് ഇറങ്ങാം. ഇതെന്നാന്ന് മനസ്സിലായില്ലല്ലോ. അവൻ എന്നായിരിക്കും ഇതിൻ്റെ അത് സീക്രട്ടായിട്ട് ഒരു സാധനം ചെയ്ത് വെച്ചേക്കണം ഗൈസ്. എനിക്ക് മനസ്സിലായില്ല എന്നാ പറ്റിയെന്ന്. എന്തായാലും നോക്കാം. അവിടെ ഷിൻചാനെ മാറിക്കളാ. മോനെ സീനി. എൻ്റെ അളിയാ, ഇത് കുലുങ്ങാണല്ലോ ഗൈസ്. ഫ്രാങ്കി അത് ഇതുവരെ ആയില്ല. ഈ പഞ്ചസാമാനത്തിൽ വലിയ പണി പോലെ കൊടുക്കണില്ല അവര്. എന്നാലും ഈ സാധനം ഇതുവരെ പറയാത്തന്നാ. ഞാൻ എന്നോട് സ്റ്റിക്കി ബോംബ് ഇട്ട് നോക്കാം. ആയില്ലല്ലോ. ശരിക്കുമുള്ള ബോംബ് ഇട്ട് നോക്കാം ആവുമോന്ന്. എന്തായാലും നോക്കിയതാ ഇതുവരെ ആവുമോന്ന്. നോക്കി വീണ്ടും ആയില്ല. ഇനി എമ്മയും ഫ്രാങ്കി നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ഇനി അത് ഒന്ന് പോടശ. ഞാൻ എന്നെക്കൊണ്ടൊന്നും കളിയാക്കാൻ പറ്റില്ല. ഞാൻ ബോട്ട്സിനൊക്കെ ഭയങ്കര ചാമ്പ്യനൊക്കെ ആയിരുന്നു. പിന്നെ മറ്റേ 3D സിറ്റി എന്ന് വലിയ ആളല്ലായിരുന്നോ? ഒന്ന് പോടാ അവിടുന്ന്. അവിടുത്തെ പഴയ ഗുണ്ടേ ഉണ്ടാണ്ടിരുന്നോ?
ഞാൻ വിസയിലിട്ട് നോക്കട്ടെ. ഓ ആർപ്പിച്ച് വരെ വിട്ടു നോക്കി എന്നിട്ട് ആയില്ലല്ലോ. ഇതെന്നാ ഗൈസ് ആർപ്പിച്ച് വരെ ഇട്ടിട്ട് കത്തറുണ്ട്. പിന്നെ എന്നാ എനിക്കറിയത്തില്ല ഗൈസ്. ഓ അതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചാസ് ആയതുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കാം ഗൈസ്. എൻ്റെ അമ്മ ഓ പഠിച്ചേ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇത് എനിക്കൊന്നും മനസ്സിലാവണില്ല. നോക്കി വീണ്ടും വീണ്ടും ഷിൻചാനെ നീ അവിടെ തന്നെ നമ്മൾ കേട്ടോ. ആ പ്രാങ്കി എന്തായാലും ഇവിടെ നിന്ന് വിട്ടു നോക്കാം. ഓ അടുത്തൊന്നും വിട്ടു നോക്കി. പിന്നെ എന്നാ പ്രാങ്കി ശരിയായോ? ഇല്ലടാ ഷിൻചാനെ, നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോയി നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോയി നോക്കാം. ആ പ്രാങ്കി ഗൈസ് അവൻ്റെ വീടിൻ്റെ ദൂരമാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ കണ്ടാന്ന് തോന്നുന്നത്. എന്നാൽ ഷിൻചാനെ നീ വാ. ആ പ്രാങ്കിന് ഞാൻ വന്നു ഗൈസ്. എന്തോ നേരെ ഗൈസ് ഇങ്ങനെ നോക്കിയിട്ട് ഇതുവരെ ഒന്നില്ല. എന്നാലും ഗൈസ് അതിൻ്റെ അകത്ത് ഷിൻചാനെ നിനക്കുമല്ല അറിയാമോ. പിന്നെ ആ തുറക്കാത്ത സാധനം ഞാൻ എങ്ങനെ നോക്കണേ? ഓ ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഗൈസ്. ഇനിയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഞാൻ എന്തായാലും ലൈക്ക് ചെയ്യാൻ മാത്രമേ പറയണം, സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ അത് മാത്രമേ തന്നുള്ളൂ. അതുകൊണ്ട് ഒന്ന് ചെയ്യൂ ഗൈസ്, എന്തായാലും ഒന്ന് പ്ലീസ് ഗൈസ്. അപ്പം ലെസ്റ്ററിൻ്റെ വീടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ ലെസ്റ്ററേ എന്താ ഒന്ന് ഒന്ന് വന്നാടാ. നീ എവിടെയാ? എടാ എന്നാടാ നിനക്ക് വേണ്ടേ? എടാ നിൻ്റെ മറ്റേ ആ വീടിൻ്റെ അവിടെ എങ്ങാണ്ടാണെങ്കിൽ ഒരു താക്കോല്, അവിടെ ഒരു സീക്രട്ട് ഡോറില്ലേ, അതിൻ്റെ താക്കോലുണ്ടോ? ആ താക്കോലോ അത് എൻ്റെ കയ്യിൽ ഇല്ലടാ. എടാ നീ കള്ളം പറയല്ലേ, കള്ളം പറയരുത്. നീ പണ്ടേ തൊട്ട് കള്ളം പറയണ. എന്നാൽ എനിക്ക് കാണിച്ചു തരാടാ. എൻ്റെ കയ്യിലില്ല, ഞാൻ തരില്ല. എടാ ഒന്ന് താടാ, ഒന്നു എനിക്ക് ആവശ്യമുള്ളതാണ്ടാ. നിനക്ക് എന്ത് പൈസ വേണമെങ്കിലും തരാം. എന്നാ എന്തായാലും മര്യാദയ്ക്ക് വന്നോ. എടാ ഒന്നും എടാ അതിനകത്ത് എൻ്റെ കയ്യിൽ ഇല്ലടാ. എന്നെ കൊല്ലടാ. നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ ഇല്ലടാ. നിൻ്റെ ഈ സാധനങ്ങളെല്ലാം ഞാൻ നശിപ്പിക്കാൻ പോവാ. അയ്യോ എൻ്റെ ഒന്നും നശിപ്പിക്കില്ലടാ. നീ ഇനിയും വിടണ്ടാ. അല്ല പിന്നെ നീ കുറേ നേരെ കിടന്ന് അവൻ്റെ പന്ന സാമാനം. അല്ല പിന്നെ എൻ്റെ പന്ന സാധനങ്ങളും ഉണ്ട്. അല്ല പിന്നെ നിൻ്റെ ഒരു സാമാനം എനിക്ക് വേണ്ട. അല്ല പിന്നെ ഷിൻചാനെ നമുക്ക് പോടാ. പോവാം. നീ ഇനി എൻ്റെ അടുത്ത് മിണ്ടിക്കൊണ്ടേ വരണ്ട. നീ എൻ്റെ കൂട്ടുകാരനെ അല്ല. എടാ ഒന്നും ക്ഷമിക്കടാ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ. നിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്കറിയാം മോനെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുള്ള എനിക്കറിയാം. നീ എല്ലാ വീടും ഉണ്ടേ. അപ്പം എന്തായാലും നിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം മോനെ. എന്തായാലും വീട്ടിലേക്ക് നീ വാ. നീ എൻ്റെ വീട്ടിലേക്കും കാണും വന്നാൽ നിൻ്റെ തരപ്പടാക്കും. അല്ല പിന്നെ അവിടെ ഒരു സ്റ്റിക്കി ബോംബും കൂടെ വെച്ചിട്ടുണ്ട്. അവൻ ചാവട്ടെ അവൻ. അല്ല പിന്നെ ഇനി നമുക്ക് വേണ്ട. പ്രാങ്കി എന്നാലും വേണ്ടായിരുന്നു ഇതുപോലത്തെ. പിന്നെ എന്നാന്നറിയില്ല ഷിൻചാനെ, അവനൊരു താക്കോലും തന്നില്ല. ഫ്രാങ്കി എനിക്ക് വേണ്ടി ഇത്രയൊന്നും വേണ്ട. അതിനുവേണ്ടി നീ എനിക്ക് കഷ്ടപ്പെട്ട് തുറക്കൊന്നും വേണ്ട. നീ ഒന്ന് പോയടാ അവിടുന്ന്. എനിക്കാണെങ്കിൽ വേണം നമുക്ക് വേണ്ടി. ഇനി അവനോട് മിണ്ടിയും പറഞ്ഞ് വരണ്ട. നീ അവൻ്റെ അടുത്താണെങ്കിൽ കൂട്ടുകൊണ്ട് കേട്ടോ. എന്നാലും ഫ്രാങ്കി എന്തായാലും നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അവിടെ ഷിൻചാനെ അവൻ എന്നാ മണ്ടനാന്നറിയാമോ. അവൻ്റെ അടുത്തൊന്നും കൂട്ടുകൂടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അളിയാ ഷിൻചാനാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയതാ ഇങ്ങനെ. എന്തായാലും നോക്കാം ഞാൻ എന്നാ ചെയ്യണേ. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ നമ്മുടെ ആണെങ്കിൽ ഒരു മുഖംമൂടിയൊക്കെ കേട്ടോ. എന്നിട്ട് മതി അവനെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള. എന്തായാലും നോക്കാം. ഇത് ഏതായിരിക്കും മക്കളെ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറ്റാവുന്ന കമൻറ്റ് ചെയ്യണേ. എനിക്കിതായിട്ട് ഇഷ്ടപ്പെട്ടെ ചെകുത്താൻ്റെ ഇതൊക്കെ. എന്തായാലും നമുക്ക് നേരെ അവൻ്റെ പേടിപ്പിക്കാനൊക്കെ പോകട്ടോ എന്തായാലും. അല്ല പിന്നെ ബൈക്ക് ഇത് കത്തിച്ച് വിടാം. അല്ല പിന്നെ ഈ ബൈക്ക് കൊള്ളാലോ. ആൾക്കാരൊക്കെ ഇടിച്ചിട്ടിട്ട് പോകും. ഇവന്മാരൊക്കെ എന്തിനാണ് ചുമ്മാ എൻ്റെ പുറകെ വന്നെ. അല്ല പിന്നെ ഈ ലോസ് ആൻഡേഴ്സ് മൊത്തമാണെങ്കിൽ എനിക്ക് ആൾക്കാരാ തിരിച്ചിട്ടിട്ടൊക്കെ പോകണം. എൻ്റെ അളി അപ്പുറത്തെ കാട്ടിൽ പോയി കിടന്നാന്നാ തോന്നുന്നത്. അത് എന്തായാലും ആണെങ്കിൽ ഇനി എന്നായിരിക്കും നമുക്ക് എന്തായാലും ഉണ്ടല്ലോ എൻ്റെ കാറിന് നൈസായിട്ട് തട്ടിപ്പറിച്ചേക്കാം. ഇനി എന്തായാലും ഈ കാറ് ഇതിൻ്റെ അത് ആളില്ല. ഇതിൻ്റെ അകത്താണെങ്കിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഒന്ന് പോയേക്കാം. അങ്ങനെ ആദ്യമായിട്ട് എന്നെ പറഞ്ഞു എങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ ചെയ്ത് വെച്ചത്. അപ്പം എന്തായാലും നോക്കിയായിരുന്നു ഞാൻ വീണ്ടും. പക്ഷെ ആയില്ല GTA 5 എങ്ങനെയൊക്കെയോ കംപ്ലീറ്റഡ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ PC കാര്യങ്ങളാണെങ്കിൽ ദുബായിൽ നിന്നാണ് ഒപ്പിച്ചത്. അവിടുത്തെ എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനാണ് അന്ന് KK കസിൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് അടുത്ത കഴിഞ്ഞ വർഷത്തെ വലിയവധിക്കാണെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നു. അതിനായിരിക്കും അവിടെ ഭയങ്കര പ്രശ്നമായി. ആർമിക്കാരാണെന്നാ തോന്നുന്നത്. ഭയങ്കര പ്രശ്നമായി. എന്തായാലും നമുക്ക് നേരെ എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൻ വെടിയപ്പ. എന്തായാലും നേരത്തെ പറയണ KK കസിനായിരുന്നു പോയി. ഞാൻ പോയില്ലായിരുന്നു.
ഇതാരായിരിക്കും? എന്തായാലും നോക്കാം. എന്തായാലും ഇയാളിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. ഇയാളോടും മിണ്ടായിരിക്കാനൊന്നും വേണ്ട. മോനെ നീ മര്യാദയ്ക്ക് പിടിക്കണുണ്ടോ? ഓടിച്ചോളാം. എന്തായാലും ഇയാൾ ആരെയും എന്തായാലും നോക്കാം. നമ്മൾ പുറത്ത് കൈയൊക്കെ ഇട്ടിട്ടാട്ടോ മോനെ. ആ ആർമിക്കാരുടെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഇത് വീണ്ടും വന്നാലും അവന്മാർ ഇനിയിപ്പോൾ എന്നെ ചെയ്യും. എന്തായാലും നോക്കാം ഗൈസ് അവന്മാർ വരണവരെ. പക്ഷേ എൻ്റെ അളിയാ, അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ നിങ്ങൾ മറക്കാതെ വീഡിയോ കാണട്ടോ. എന്തായാലും ആണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇനി വേറെ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഇടാൻ പറ്റുമെങ്കിൽ നോക്കാം ഗൈസ്. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ വേറെ ഇവിടെയൊക്കെ ആർമിക്കാർ ഇപ്പോൾ ഇവിടെ മറ്റേ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്കൊക്കെ വെടിവെച്ച് നോക്കാം. ഇവനൊക്കെ ഇടിച്ചിട്ട് വിടുക ചാവട നീക്കെ. അല്ല പിന്നെ നീച്ചൊക്കെ ചത്ത്. എന്തായാലും ഇവന്മാർ നമ്മളാണെന്നറിയില്ല. നമ്മൾ മോമൂടി ഇട്ടാട്ട് കയറിയ എൻ്റെ മോൻ കണ്ട ഭയങ്കര പ്രശ്നം. ഞാനും ഇവരായിട്ട് ഭയങ്കര കൂടുകളുടെ സഹായത്തിനൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവനെന്താണ് ചാവാത്ത? അല്ല പിന്നെ എന്തായാലും നോക്കാം. ഇത് ഇതുവരെ ആവണില്ലല്ലോ. ചാവടാൻ തുടങ്ങി എൻ്റെ പൊന്നർക്ക. ഇപ്പോൾ കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ ചത്തു എന്നെ. യന്ത്രം എന്നെ വെടിവെക്കാൻ വേണ്ടി വന്നെ. ഇപ്പോൾ വെടിവെച്ച് എന്നെ തീർക്കുമെന്നാണ് തോന്നുന്നത്. അല്ല പിന്നെ ഒറ്റ അടി അടിച്ച് എത്തു. അല്ല പിന്നെ അപ്പം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ മോനെ. ഇനി എന്തായാലും നമുക്ക് നേരെ പോവാം. 5 സ്റ്റാർ ആയിട്ടുണ്ട്. 4 സ്റ്റാർ ആവണതിന് മുമ്പ് നമുക്കെന്തായാലും നോക്കണം എന്നെങ്കിലും. ഇവിടെ മൊത്തം ഇതൊക്കെ കേട്ടോ. എൻ്റെ അളിയാ നോക്കിയതാണ് ഞാൻ ശരിക്കും. ഞാൻ അറിയാതെ ഇറങ്ങിപ്പോയില്ലോ ഗീസ്. എൻ്റെ അളിയാ എന്നെ നോക്കിയതാ ഗായ്സ്. ഇവിടെ മൊത്തമാണെങ്കിൽ എനിക്ക് പോലീസ്, ഇവിടെ മൊത്തം ആർമിക്കാരും പോലീസുകാരും. ഇത് ഇവിടെ മാപ്പിൻ്റെ അകത്ത് നോക്കിയേ. എൻ്റെ അളിയാ ഒന്നും പറയണ്ട മോനെ. സീന് കാര്യാ. എന്തായാലും മനസ്സിലായെന്ന് അറിയത്തില്ല. നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം. മറ്റേ ഹെലികോപ്റ്ററൊക്കെ വന്നോണ്ട് നമ്മളെ അടിയാൻ പോവാ. എൻ്റെ അളിയാ ഇതിനെ മറ്റേ തീയൊക്കെ ഇത് മറ്റേ അപ്പുറത്തെ പോലീസുകാരനാണ് ഇവിടെ കാട്ടിൽ പോയി കിടന്നു കറങ്ങിക്കഴിഞ്ഞ് അച്ചൂത്തി വീണു. അല്ല പിന്നെ ട്രക്കൊക്കെ പറന്നു പോവാ ഗൈസ്. നമ്മളതിൻ്റെ മുകളിലോടൊക്കെ കയറിപ്പോണം. ഇത് പോലീസുകാരൊക്കെ പറന്നു പോവാ മോനെ. എൻ്റെ അളിയാ എന്തായാലും എനിക്ക് ഭയങ്കര സീനൊക്കെയാണ്. അതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. എന്തായാലും പറ്റണില്ല ഗൈസ്. ഇത് ഇത്രയും ദൂരമുണ്ട് ആർമിക്കാരുടെ അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഇത് അവിടെ നിന്ന് തോട്ടിന്നൊക്കെ എടുത്തോണ്ട് വന്നിട്ടില്ലേ ഗൈസ്. എൻ്റെ അളിയെ നോക്കാം. തോട്ടിന്ന് ഇവിടെ നിന്നാണ് ഈ വെള്ളമൊക്കെ കത്തിച്ചോണ്ട് വന്നിട്ടില്ലേ. ഇതേ ഒരുത്തം പറന്നൊക്കെ വന്നാണ് ഈ പോലീസുകാരൻ. അതിന് നന്നായി ഓടിക്കറിയാന്ന് തോന്നേ. എൻ്റെ അളിയാ അങ്ങനെ ഈ സ്റ്റാറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. എൻ്റെ അളിയോ നമുക്കെന്തായാലും ഈ വഴിയിലൂടെ പോകാട്ടോ. എന്തായാലും ഷിൻചാൻ അവിടെ ഇരിപ്പുണ്ടോ. ആരാത്? എടാ ഞാനാടാ. ഫ്രാങ്കി എന്തായാലും ആണെങ്കിൽ ഇവിടെ എത്തിയോ? ഞാനെത്തി. എന്തായാലും ഗൈസ് ഇനി നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് പൊട്ടിച്ച് നോക്കാം. ഇവിടെ നിന്നാവോ എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വീട് മൊത്തം ഞാൻ നശിപ്പിക്കും. ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ലല്ലോ. എന്തായാലും നോക്കാം, ഒന്ന് വിട്ടു നോക്കാം. എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കയറ്റാൻ പറ്റില്ല. ആ സ്റ്റെപ്പിലേക്ക് കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര പ്രശ്നമായി. നോക്കിയിട്ട് ഭയങ്കര പ്രശ്നമൊന്നുമില്ല. എന്തായാലും നോക്കാം. അവിടെ അടുത്തേക്ക് എത്തട്ടാണോ അതോ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകണോ? ഷിൻചാനെ നീ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നേ? ഫ്രാങ്കി നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റിയില്ല. അവിടെ തന്നെ കുറച്ച് സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ മൊത്തം കേസായിരുന്നല്ലോ. പോലീസുകാരുടെ ഒച്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഈ ആർമിക്കാരുടെ രക്ഷപ്പെടാനാടാ. എന്തായാലും ഗൈസ് ഞാൻ എങ്ങനെയൊക്കെ തേടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ തന്നെ ഇട്ട് തന്നെ. എന്തായാലും എനിക്ക് ഫ്രാങ്കി എന്തിനും മാസ്ക് ഒക്കെ ഇട്ടേക്കണേ. ഷിൻചാനെ നീ അങ്ങോട്ട് പോകും, ഞാൻ പിന്നെ പറയാം. ഗൈസ് ഇങ്ങനെയൊക്കെ നോക്കിയതാവണില്ല ഇത്. ഇനി അടുത്തേക്ക് പോകണം. ഇനി ഇനി അടുത്തേക്ക് പോകാൻ പറ്റുമോ തോന്നുന്നില്ല. ഞാൻ നോക്കിയത് ഗീസ് ഇത്രയൊക്കെ മനസ്സിലാവണില്ല എന്നൊക്കെ പറ്റിയത്. എന്തായാലും പറ്റിയായിരുന്നു ഇത് ഭയങ്കര പ്രശ്നമായി. അവിടെ കത്തിയിട്ടുണ്ട്, ചെറുതായിട്ട് തുറന്നിട്ടുണ്ടെന്നാണ് തോന്നാൻ. ഇനി ഇവിടുന്ന് വെടി വെച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്നായിരിക്കും ഗീസ്? ഞാൻ ആദ്യമേ തൊട്ട് നോക്കും ഗീസ് എന്നാ പറ്റിയെന്ന്. ഞാൻ നോക്കിയിരുന്നു ഇത്. എല്ലാ ദിവസവും മൈൻഡൊന്നും ചെയ്യാറില്ലാതെയാണ് ഞാൻ ആ സ്റ്റെപ്പിലൂടെ കയറി പോകാറുള്ളത്. അകത്തോടെ എപ്പോഴും ഞാൻ ഈ അകത്തോടെ കയറി പോകണം. ഇവിടുന്ന് കയറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ചുവപ്പിനെ ഇടിക്കുമെന്ന് തോന്നുന്നുണ്ട്. തുറന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഇടിച്ച് നോക്കാം. എന്തായാലും നോക്കിയിരുന്നു. ഇടിച്ച് ആയോ നോക്കാം. എന്നായിരിക്കും ഗൈസ്? നോക്കി ഇതുവരെ. എൻ്റെ പൊന്നെ ഇപ്പം ഇത് ചാരയായിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് ഈ മറ്റേ മാസ്ക് നമ്മൾ എഴുതുന്നുണ്ട്. ഫ്രാങ്കി ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ലടാ. എൻ്റെ അമ്മൂ എങ്ങനെയൊക്കെ വീണ്.
അയ്യോ ഇതാണ് ഈ ചെകുത്താൻ്റെ മുഖംമൂടിയല്ലേ? അതാണ് ഈ ചെകുത്താൻ്റെ മുഖംമൂടി. പക്ഷേ ആണെങ്കിൽ ആർമിക്കാർ പേടിപ്പിക്കാൻ വേണ്ടി നിന്നാ. എൻ്റെ മുഖം കണ്ട ഭയങ്കര പ്രശ്നമാണ് അവർക്ക്. എന്തായാലും ഷിൻചാനെ നമുക്കാണെങ്കിൽ ഈ മാസ്ക് മാറ്റണം, ഇതൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. നീ പേടിച്ചു പോകും. രാത്രി പേടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ഷിൻചാനെ നീ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ചോദിച്ചേക്കാം. എന്തെങ്കിലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. എന്തെങ്കിലും നോക്കാം. ഓപ്പ ഗൈസ് എല്ലാം ആയിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് ആയെന്ന് തോന്നുന്നുണ്ട്. ഈ 2 മണിക്കൂറിലാണ് നമ്മൾ വീണ്ടും തുടങ്ങിക്കോട്ടെ നമ്മുടെ വീഡിയോ. അപ്പം എന്തായാലും ഇത് കുറേ നേരം ഇതിൻ്റെ അകത്ത് ഇത്രയും വലിയ ക്ലബ്ബൊക്കെ ഉണ്ടാകും. അതിൻ്റെ അകത്ത് വലിയ ക്ലബ്ബോ വല്ലതും ആണോ ഗൈസ്? പറഞ്ഞ പോലെ വല്ല സംശയമുണ്ട് ഗൈസ്. എന്തോ പ്രശ്നമുണ്ട്. നോക്കാം ഗൈസ്. ഇവിടെ എൻ്റെ വീട് നാശിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ തീയൊക്കെ പോയിട്ടുണ്ട്. ഷിൻചാനെ നീയും മഞ്ഞുണ്ടോ? ഞാനും മഞ്ഞുണ്ട്. എന്തായാലും നോക്കാം. ഇനി ഇവിടെയാണെങ്കിൽ ഒരു സാധനമൊക്കെ ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് സീക്രട്ടായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വീണ്ടും. ഇനി ഇത് മാറ്റി ഇടണമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് മാറ്റി ഇടണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. ഇതിലൂടെ കടന്നു പോകാനൊക്കെ പറ്റില്ല. എന്തായാലും ഇവിടേക്ക് ആ വീട്ടിലേക്ക് വിസയിൽ വിട്ടാൽ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. വീണ്ടും കേസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടേക്ക് ഇടാം. പിന്നെ എനിക്ക് മറ്റാണെങ്കിൽ വിസയിൽ വണ്ടി നമുക്ക് പിന്നെ ഇങ്ങനെ ഇടാം. എന്നാലും നമുക്ക് നേരെ ഒന്ന് നമ്മളെ ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എടാ മോനെ ഷിൻചാനെ നോക്കിക്കേ. ഇത് നോക്ക് ഗൈസ്. ഇതൊരു അടിപൊളി ക്ലബ്ബല്ലേ ഗൈസ്? എൻ്റെ മോനെ ഇത് ക്ലബ്ബാ. എന്തായാലും ഇവിടെ ബാറൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഞാനാണെങ്കിൽ പുറത്തു പോയി എന്തിനാ വെള്ളം കുടിച്ചേ? എന്നാലും എനിക്ക് അടിച്ചേ. എന്തായാലും ഇവിടേക്ക് ബാറൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും മോനെ ഇത് മറ്റേ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ മ്യൂസിക് മോനെ സീൻ സാധനം കേട്ടോ. എന്നാലും നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ സിനിമ. ഫ്രാങ്കി ഞാൻ ഒരു പാട്ട് പാടട്ടെ? പാടിക്കോടാ. നമുക്ക് നമ്മുടെ മൈക്കിളിനെ ഡ്രൈവറിനെയൊക്കെ പിന്നെ എനിക്ക് സിമിയാനൊക്കെ ഇരുത്തണ്ടേ? വരുത്തണം. പിന്നെ നമ്മുടെ ബിഞ്ചാനൊക്കെ വരുത്തണം. അതിൻ്റെ ആണെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ ഇടാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. എൻ്റെ ഇനി മേളിലൊക്കെ ഉണ്ടല്ലോ. ഇനി എന്തായാലും വായിച്ചു നോക്കിയപ്പോൾ കിട്ടി ഗൈസ്. ക്ലബ്ബാണ്. ഇവിടെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ. ലെസ്റ്റർ ഇത്രയും വലിയ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നോ? ഡെക്കറേഷനൊക്കെ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഗൈസ്. എന്തായാലും ഗൈസ് ഇതിനകത്ത് നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആവോ നോക്കാം. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കൈയൊക്കെ കഴുകാൻ ബാത്റൂമൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റാണ് ഗൈസ്. ഇതുപോലെ എല്ലാം ഉണ്ട്. ഇതിനു വേണ്ടിയാണ് ഞാനാണെങ്കിൽ ഒരു ബാത്റൂമിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ കഷ്ടമില്ല ഗൈസ്. ഇവിടെ ആവുമോ നോക്കാം. എന്തായാലും ഇവിടുത്തെ പൂട്ടിക്കാന്ന് തോന്നുന്നത്. അവിടുത്തെ പൂട്ടിക്കുക. എന്തായാലും നമുക്ക് ഇന്നോടെ കിടക്കാം. ഫ്രാങ്കി നീ മൈക്കിളെന്നൊക്കെ വിളിക്കാൻ നോക്ക്. വിളിക്കടാ. എന്തായാലാണെങ്കിൽ നമുക്ക് നേരെ നമുക്കാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടിക്കാം. എന്തായാലാണെങ്കിൽ അവിടെയൊക്കെ വിളിക്കണം. ഇത് കൊള്ളാട്ടോ. ഇതിൽ സെറ്റപ്പാണ്. ചുമപ്പ് കളറിലൊക്കെ എഴുതി വെച്ചേക്കണോ നോക്കി. എന്തായാലും അവന്മാരെയൊക്കെ വിളിക്കണം. എന്തായാലും അതിന് മുമ്പ് നമുക്കാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇത് കൊള്ളാട്ടോ. എന്തായാലാണെങ്കിൽ നീ ഡ്രൈവറും മൈക്കിളൊക്കെ വന്നാം. മൈക്കിളെ എന്തൊക്കെയുണ്ട് സുഖങ്ങൾ? ഇതെന്നാണോ? അയക്കൊരു സാധനമൊക്കെയാ. എന്തായാലാണെങ്കിൽ ഞാൻ പിന്നെയൊക്കെ കാണിച്ചു തരാം. നോക്കടാ. ഇത് കൊള്ളാലോ. കൊള്ളാം. സെറ്റപ്പാ ഇത്. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. ഡ്രൈവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമ്മുടെ പാട്ടൊക്കെ വെക്കാൻ പറ്റില്ല ഗൈസ്. അവൻ്റെ DJ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അളിയാ അവർ ഗിറ്റാർ ചെയ്യണം. സിമിയോനെ മറ്റേ സിമിയോനെ നിനക്ക് ലെസ്റ്ററേ നിനക്ക് ഞാൻ തരണോടാ. ആരെങ്കിലും എത്തി അവിടുന്ന്. ഞാൻ എനിക്ക് താക്കോല് തരാൻ വേണ്ടിയായിരുന്നു. അതാണ് ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. അതുകൊണ്ടാ. താക്കോലുണ്ടായതുകൊണ്ട്. എനിക്ക് താക്കോലൊന്നും നിൻ്റെ പണ്ടാരവും സാമാനവും വേണ്ട. നീ വിട്ടു പോക്കോ ഇവിടുന്ന്. അറിയാതെയാടാ. അപ്പം ഗൈസ് എന്തായാലും ഇവനെ വിടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഇവനെ വെടിവെച്ച് കൊല്ലണോ, ഇവനെ അടിച്ചു കുത്തി വീഴ്ത്തണോ, എന്തെങ്കിലും പറയുക ഗൈസ്. നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം അൾട്ടിമാറ്റ്സ്. ടാറ്റാ. നീ എന്തായാലും ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോട്ടോ. എന്തായാലും ടാറ്റാ, ബൈ ബൈ, സീ.